ഇപ്പോൾ വി കെ സനോജ് കൂടി ചേരുന്നു. സനോജ്, നമ്മൾ രണ്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. ഒന്ന് KSUവിൻ്റെ ക്യാമ്പിലെ നൃത്തവും മറ്റൊന്ന് DYFIയുടെയും SFIയുടെയും ശുചീകരണ പ്രവർത്തനങ്ങളും. ഈ സമൂഹത്തിന് രണ്ട് സംഘടനകൾ നൽകുന്ന സന്ദേശമുണ്ട്. സാമൂഹിക പ്രതിബദ്ധതയുള്ള രണ്ട് സംഘടനകൾ എന്ന നിലയിൽ നൽകുന്ന സന്ദേശമുണ്ട്. ആ സന്ദേശം ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. അതുമാത്രമല്ല, എടുത്തു പറയേണ്ടത് ഇന്നലെ ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും വന്നിട്ടില്ല, മാധ്യമങ്ങളാണ് ഈ വാർത്ത സൃഷ്ടിച്ചത് എന്നുള്ള കാര്യമാണ് ഈ അലോഷ്യസ് പറയുന്നത്. മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്നാണ്. അതായത് തങ്ങൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് അംഗീകരിക്കാൻ ഒരു മനസ്സ് പോലും KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനില്ല. സനോജ്, അതെ, ആ കാര്യത്തെക്കുറിച്ച് ജനങ്ങളെ തന്നെ വിലയിരുത്തട്ടെ എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇവിടെ ഇപ്പം DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഏതാണ്ട് 3400-ൽ കൂടുതൽ സ്കൂളുകളിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ശുചീകരണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വെറും കാട് വെട്ടി തെളിക്കൽ മാത്രമല്ല. ഒരു സ്കൂളിൽ നമ്മൾ പോയി, അവിടെ കഴിഞ്ഞ 2 മാസമായിട്ട് അടച്ചിട്ടതാണ്. ആ ക്ലാസ് റൂം മുഴുവൻ കഴുകി വൃത്തിയാക്കി, ബെഞ്ചും ഡെസ്ക് മുഴുവൻ പൊടി പിടിച്ച ആ കാര്യങ്ങളെല്ലാം, ആ പൊടി പടലങ്ങളെല്ലാം നീക്കി, അതിന്റെ വാട്ടർ ടാങ്കുകൾ പൂർണ്ണമായും കഴുകി വൃത്തിയാക്കി, അങ്ങനെ ഏറ്റവും നല്ല നിലയിൽ അവിടെയുള്ള അധ്യാപകർക്കും PTA മാനവകൾക്കുമെല്ലാം വലിയ സന്തോഷം പകരുന്ന രൂപത്തിലുള്ള പ്രവർത്തനം നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇത്ര വ്യാപകമായി സംഘടിപ്പിച്ചിട്ടും കേരളത്തിൽ ഇപ്പം കൈരളി ഇതൊരു വാർത്തയാക്കി എടുക്കുന്നു. മറ്റ് ഒരു മാധ്യമവും ഇതൊരു വാർത്തയാക്കിയിട്ടോ ഇത് കണ്ട ഭാവമോ നടിച്ചിട്ടില്ല. അവര് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇത്രയും വലിയ പ്രവർത്തനം നടക്കുമ്പോഴും അതിനെയൊന്നും അവര് മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പോ KSUവിന്റെയും ക്യാമ്പിൽ ഇന്നലെ സംഘർഷമുണ്ടായി. ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം DYFIയുടെയോ SFIയുടെയോ ഭാഗത്തു നിന്നാണെങ്കിൽ എത്രമാത്രം വലിയ വാർത്തയായിരിക്കും. ഒരു സംശയവും വേണ്ട, ഇന്നലെ പ്രൈം ടൈമിൽ ഇത് ചർച്ചക്കെടുക്കുമായിരുന്നു. പക്ഷേ KSU ആയതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയല്ല. ഉൾപേജിൽ 2 വരി വാർത്ത പോലും കൊടുക്കാത്ത കുറേയേറെ മാധ്യമങ്ങൾ ഇന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് ആളുകൾ വിലയിരുത്തേണ്ടതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിന്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് MDMA പിടിച്ചത്. അത് നമ്മളാരും അറിയില്ല, കാരണം അത് അവിടെയുള്ള പ്രാദേശികമായ ഒരു ചെറിയ വാർത്തയായിട്ട് ഒതുങ്ങിയല്ലാതെ കണ്ണൂരിലാണ് സംഭവം. KSUവിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹിയുടെ കയ്യിൽ നിന്നായിരുന്നു കഞ്ചാവ് പിടിച്ചത്. അപ്പൊ ഈ KSUവിന്റെ ക്യാമ്പിൽ തന്നെ എന്തിന് സംഘർഷം ഉണ്ടായെന്ന് ചോദിച്ചാൽ KSUവിന്റെ ക്യാമ്പിൽ മദ്യവിതരണവുമായി ബന്ധപ്പെട്ട എന്തോ സംഘർഷം എന്നാണ് മനസ്സിലാക്കുന്നത്. സംഘർഷത്തിൽ പരിക്ക് പറ്റി അവിടെ ആ രക്തക്കറ പുരണ്ട ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയ അനുഭവം ഉണ്ടായി. എന്നിട്ടും അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ടില്ല എന്ന് മാത്രമല്ല, ആ സംഭവത്തെ ആകെ ന്യായീകരിക്കുന്ന ചില പ്രസ്താവനകളാണ് അതിന്റെ ഭാരവാഹികൾ തന്നെ നടത്തിയത്. കാരണം ഭാരവാഹികൾ തന്നെ ഇതിനകത്തെല്ലാം ഉൾപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോ യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പ് കഴിഞ്ഞ വർഷം പാലക്കാട് ക്യാമ്പിന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. പാലക്കാട് ക്യാമ്പിൽ വെച്ചാണല്ലോ യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി തനിക്കെതിരായിട്ട് കടന്നാക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞ് അഖിലേന്ത്യാ നേതൃത്വത്തിന് കത്ത് കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദം കഴിഞ്ഞവണ ഉണ്ടായിരുന്നു. അപ്പൊ യൂത്ത് കോൺഗ്രസും KSUവും എല്ലാം എവിടെയെല്ലാം ഇത്തരം പരിപാടികൾ അവതരിപ്പിച്ചാലും ഈ എന്തെല്ലാം പരിപാടികൾ സംഘടിപ്പിച്ചാലും അത് കൂട്ടത്തല്ലിലും ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ കലാശിക്കുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ DYFIയിൽ അംഗമായിട്ടുള്ള 50 ലക്ഷം ആളുകളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു അംഗത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെറിയ ഒരു പിശക് സംഭവിക്കുമ്പോൾ അതാണ് DYFI എന്ന് സ്ഥാപിക്കാനാണ് ഇവിടെ കുറെ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ആളുകൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റായ പ്രവണതയും ഒരിക്കലും പ്രകടിപ്പിക്കാറില്ല. ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും പിശക് ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും മാതൃകാപരമായി ഇടപെടുകയും ചെയ്യാറുണ്ട്. ഇവിടെ ഇപ്പൊ ഞങ്ങള് കുറെ കാലമായി സന്നദ്ധ സേവന മേഖലയിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് യൂത്ത് ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം, ആ യൂത്ത് ബ്രിഗേഡാണ് ഇന്നലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യമായിട്ട് ഇടപെടൽ നടത്തിയത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പമ്പയില് വസ്ത്രങ്ങൾ പമ്പയിൽ നിക്ഷേപിച്ച് വലിയ മാലിന്യം കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. എല്ലാ മാധ്യമങ്ങളും അതിന് വാർത്തയാക്കിയിരുന്നു. DYFIയുടെ 100 കണക്കിന് ആളുകൾ ആ പമ്പ നദിയിലിറങ്ങി അവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്ത അനുഭവം ഉണ്ടായി. ഇങ്ങനെയെല്ലാമുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ അപ്പോഴെല്ലാം നമ്മൾ ഇടപെടാറുണ്ട്. കഴിഞ്ഞ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന മുദ്രാവാക്യമായിരുന്നു ലോകത്താകെ എല്ലാ സംഘടനകളും ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം. UN മുദ്രാവാക്യം അതായിരുന്നു.
ആ UN മുദ്രാവാക്യം കേരളത്തിൽ ഏറ്റെടുത്ത് അത് പ്രാവർത്തികമാക്കിയ ഒരു സംഘടന DYFI ആണെന്ന് അഭിമാനത്തോടെ പറയാൻ വേണ്ടി കഴിയും. ആ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന മുദ്രാവാക്യം ഉയർത്തി കേരളത്തിൽ ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജൂൺ 5-ന് ശേഖരിച്ച് അത് വിൽപ്പന നടത്തി കിട്ടിയ കാശുകൊണ്ട് നാട്ടിന് ഉപകാരപ്രദമായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ചു. കാസർഗോഡ് ജില്ലയിൽ ഒരു വിശ്രമ കേന്ദ്രത്തിന് തറക്കല്ലിട്ട് അതിന്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു. പാലക്കാട് ഒരു പ്രദേശത്ത് അവിടെ ശുചിമുറി നിർമ്മിക്കാൻ ആവശ്യമായ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. കണ്ണൂരിൽ വിവിധ ആശുപത്രികളിൽ ചില ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് വളരെ പ്രാവർത്തികമാക്കിയ ഒരു സംഘടന. ഇപ്പൊ നിങ്ങൾ ഈ പൊതിച്ചോറിനെ കുറിച്ചൊക്കെ പറഞ്ഞു, ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇപ്പൊ കേരളത്തിലെ ഒരു ദിവസം 50,000 പൊതിച്ചോറ് ശേഖരിച്ച് 50,000-ൽ കൂടുതൽ പൊതിച്ചോറ് ശരാശരി അതിലും വരും. അതിൽ ശേഖരിച്ച് കൃത്യമായി വിതരണം നടന്നു. പക്ഷെ ഈ പ്രവർത്തനത്തെ പോലും ഈ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ തന്നെ ആക്ഷേപിക്കുന്ന നിലയുണ്ടായി. ഇത് മാതൃകയാണെന്നും പറയണ്ട, പക്ഷേ എന്തിനാണ് ഇത്തരം പ്രവർത്തനങ്ങളെ ആക്ഷേപിക്കുന്നത് എന്ന് സാധാരണക്കാർ ചോദിക്കുകയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള രണ്ടാമത്തെ പത്രമായിട്ടുള്ള ബ്രിട്ടനിൽ നിന്നിറങ്ങുന്ന ദ ഗാർഡിയൻ പത്രം ഇന്ത്യയുടെ ഇങ്ങേ അറ്റത്തുള്ള ഈ കേരളത്തിലെ ഒരു സംഘടന നടത്തുന്ന ഈ പ്രവർത്തനം വളരെ മാതൃകാപരമാണ് എന്ന് അത്ഭുതത്തോടുകൂടി വാർത്ത കൊടുക്കുന്ന അനുഭവം ഉണ്ടായി. അപ്പോൾ ഗാർഡിയൻ പത്രം ഉൾപ്പെടെയുള്ള ലോകം ശ്രദ്ധിക്കപ്പെട്ട വാർത്താ മാധ്യമങ്ങൾ നമ്മുടെ ഈ പരിപാടി അംഗീകരിച്ച നിലയുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കക്ഷി രാഷ്ട്രീയ അതീതമായിട്ട് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനത്തെയും ആളുകൾ അംഗീകരിക്കുന്നുണ്ട്. വളരെ അപൂർവം ചില ദുഷ്ടലാക്കോടെയുള്ള ചില നേതാക്കന്മാരാണ്, കോൺഗ്രസിലേക്ക് നേതാക്കന്മാരാണ് ഇതിനെ എതിരായിട്ട് വരുന്നത്. പക്ഷേ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു. ആ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉപരിപഠനത്തിന്റെ സാധ്യതകൾ സംബന്ധിച്ചുള്ള ഒരു ദിശാബോധം നൽകാൻ വേണ്ടി ഒരു കരിയർ മാപ്പ് എന്ന നിലയിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഒരു പരിപാടി ആലോചിച്ചിരിക്കുകയാണ്. ഏതാണ്ട് കേരളത്തിൽ 10-50-ൽ കൂടുതൽ പരിപാടി നടന്നു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ആ പരിപാടി എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും സംഘടിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടി സ്കൂളുകൾ ശുചീകരിച്ചതുപോലെ തന്നെ ഇനിയും പ്രദേശങ്ങൾ നമുക്ക് ഇറങ്ങി നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പകർച്ചവ്യാധികളൊക്കെ പടരുന്ന ഈ ഘട്ടത്തിൽ DYFIയുടെ ഈ പ്രവർത്തനം കുറെ കൂടി സജീവപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചത്. മറ്റൊന്ന്, കാലവർഷം അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്. അതിന് മുന്നൊരുക്കം എന്ന നിലയിൽ യൂത്ത് ബ്രിഗേഡ് അംഗങ്ങളാകെ സജ്ജമായിരിക്കുകയാണ്. നല്ല സനോജ്, DYFIയുടെയും SFIയുടെയും പ്രവർത്തനം ഈ നാട്ടിലെ ജനങ്ങൾ സൂക്ഷ്മം തന്നെ വിലയിരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ KSUവിൻ്റെ നെയ്യാർ ക്യാമ്പിലെ കാഴ്ചകളും ജനങ്ങൾ കൃത്യമായി കാണുന്നുണ്ട്. ചില പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ അത് എത്ര ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും ജനങ്ങളുടെ ഇടയിൽ കൃത്യമായി ഈ വിഷയങ്ങൾ എത്തുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്നുള്ളത് മറക്കാതിരിക്കുക.